നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് മൂവാറ്റുപുഴ ട്രക്ക് വേൾഡിലാണ്. അപ്പൊ അവിടുത്തെ വീഡിയോസ് നമ്മൾ കൂടുതൽ കാണിക്കണം. ഭാരത് ബെൻസിന്റെ 16, 17, പിന്നെ ബോസ്, പിന്നെ ഒരു 4-5 അക്വാമാറ്റ് ഉണ്ട് ഉള്ളില്. അപ്പൊ ആ വണ്ടികളൊക്കെയാണ് ഇന്ന് കൂടുതൽ കാണുന്നത്. അക്വാമാറ്റുകളൊക്കെ ഇങ്ങനെ നിരന്ന് എടുക്കുന്നുണ്ട് കുറെ. 3 പിന്നെയും ബാക്കിലേക്ക് ഉണ്ട്. ബാക്കിലും 2-3 എണ്ണം എടുക്കുന്നുണ്ട്. ഇവിടെ ഒരെണ്ണം 4 ആയി. 5 അക്വാമാറ്റ്. കുറെ പേര് സ്റ്റീപ്പർ ക്യാബിനൊക്കെ ഉള്ള അക്വാമാറ്റുകൾ ചോദിച്ചിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ ആണ് ഇന്ന് വരണേ. പിന്നെ അത് ഒരു 17 അടി എയ്ച്ചർ 1095 ഉണ്ട്. ഈ വീഡിയോ ആണ് ഇന്ന്. അപ്പൊ നമുക്ക് ഇന്ന് ട്രക്ക് വേൾഡിലത്തെ ഇതൊക്കെ പരിചയപ്പെടുത്തി തരുന്നത് ഷെഫീഖ് ഭായി ആണ്. അപ്പൊ ഷെഫീഖ് ഭായി, നമുക്ക് ആദ്യം തന്നെ ഷെഫീഖ് ഈ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താ. ഇത് 2022 ലൊക്കേഷൻ നമ്മുടെ ലൊക്കേഷൻ മൂവാറ്റുപുഴ പെരുമ്പാവൂർ റൂട്ട്, എം സി റോഡ് തൃക്കളത്തൂരിനും പള്ളിച്ചലിലേക്കും ഇടയ്ക്കായിട്ട് നമുക്ക് ഈ ഭാരത് ബെൻസ് തുടങ്ങിയാലോ. ഈ ഭാരത് ബെൻസ് 2022 മോഡല് 19-17 ഭാരത് ബെൻസ് 20 അടി ഓപ്പൺ ബോഡി കേട്ടോ, സീറ്റ് ചാനൽ ബോഡി. വണ്ടിക്ക് 22 ലക്ഷം രൂപയുടെ ഐഡി വില, ഇൻഷുറൻസ് പുത്തനുണ്ട്. അതുപോലെ തന്നെ പുതിയ പുത്തൻ CF വണ്ടി മൊത്തം കാണിച്ചു കൊടുക്കാം. ടയർ ഭാഗം ടയർ എല്ലാ ടയറും പുത്തൻ ടയർ റേഡിയല്. വണ്ടി സീറ്റ് ചാനൽ ബോഡി കേട്ടോ. ഇത് ബുക്കിലെ ഓപ്പൺ ബോഡിയല്ല? ബുക്കിലെ ഓപ്പൺ ബോഡിയാ. വണ്ടി ഒരുപാട് നീളമുണ്ട്. 19-17 സീരിയലിൽ തന്നെ വണ്ടി. അപ്പൊ AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, റിവേഴ്സ് ക്യാമറ, എല്ലാ ഫെസിലിറ്റി ഉണ്ട്. ഇതെങ്ങനെ വില ചോദിക്കണേ? ഈ വണ്ടിക്ക് ഒരു സിബിൽ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ, കുഴപ്പമൊന്നുമില്ലാത്ത ആൾക്കാരാണെങ്കിൽ വണ്ടിക്ക് ഒരു 20 ലക്ഷം രൂപ ലോൺ കിട്ടും. വില ചോദിക്കുന്നത്? വില ചോദിക്കുന്നത് 21.5 രൂപ. 21.5. നമുക്ക് അടുത്ത വണ്ടി നോക്കിയാലോ. ആ ടാറ്റാര വണ്ടി ഏതാ? ഇത് സിംഗിൾ വീല്. ഇത് ടാറ്റ LPT സിംഗിൾ വീല് 407 14 അടി ഹൈടെക്. വണ്ടിക്ക് ഇപ്പൊ നിലവിലെ CF-ഉം ഇൻഷുറൻസും തീർന്നേക്കുവാണ്. പുത്തൻ പേപ്പർ തരും. പുതിയ ഇൻഷുറൻസ്, പുതിയ CF. വണ്ടി 14 അടി ഹൈടെക്, ഒരു പ്ലാസ്റ്റിക് കമ്പനിയിൽ ഓടിക്കുന്ന വണ്ടിയാ. വണ്ടി 2012 മോഡല്. പവർ സ്റ്റിയറിംഗ് വണ്ടി കേട്ടോ, പവർ സ്റ്റിയറിംഗ് വണ്ടിയാ. ഇതെങ്ങനെ വില നല്ല വരാം? ഈ വണ്ടിക്ക് 4 രൂപ കൊടുക്കാൻ വേണ്ടി. എത്ര? 4 രൂപ. 4 രൂപ. പുതിയ പേപ്പർ. ലോൺ കിട്ടും? വണ്ടിക്ക് ഒരു 3.5 രൂപ ലോൺ കിട്ടും. 3.5 രൂപ ലോൺ കിട്ടും. നമുക്ക് അടുത്ത വണ്ടി നോക്കിയാലോ. ഈ ബോസ് നോക്കിയാലോ. ഈ ഒപ്റ്റിമോ ഇത് 2017 മോഡല് ഒപ്റ്റിമോ. വണ്ടി HD ആണ്. HD 18-19 തന്നെ അതേ സെയിം ഫെസിലിറ്റിയുള്ള വണ്ടി. ഈ വണ്ടിക്ക് CF 1 വർഷത്തിന് മുകളിൽ CF ഉണ്ട്, ഇൻഷുറൻസും ഉണ്ട് ഒരു 6 മാസത്തിന് മുകളിൽ. വണ്ടിക്ക് വില കഴിക്കണ 9 രൂപ. 9 രൂപ. ലോണൊക്കെ? ലോണ് സിവിൽ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ആൾക്കാർ ചിലപ്പോ ഒരു 8.25 വരെ ലോൺ കയറും. നമുക്ക് ഈ ബോസ് 2014 മോഡല് 17 അടി ഹൈടെക്. വണ്ടിക്ക് പുതിയ ഇൻഷുറൻസ്, പുതിയ CF. ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ല? പ്ലാറ്റ്ഫോം ഒക്കെ ഷീറ്റ് അടിച്ചാ. ടയർ ഭാഗം 3 ടയർ പുതിയുണ്ട്. ഷീറ്റ് അടിച്ചിട്ടുണ്ടാവുള്ളു? ഷീറ്റ് അടിച്ചിട്ടുണ്ടല്ല. കുഴിയൊന്നുമില്ല, കുഴി കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നീറ്റ് ക്യാബിനൊക്കെയാ. ക്യാബിനൊക്കെ കണ്ടോ, തോന്നുന്നുണ്ട്. സീറ്റ് മാത്രമേ പോയിക്കോളൂ, ബാക്കി ക്യാബിനൊക്കെ സൂപ്പറാണ്. പൊടിയൊക്കെ അതും തട്ടി കളഞ്ഞാൽ മതി. പൊടി. ഇതെങ്ങനെ വില നല്ല വരാം? ഈ വണ്ടിക്ക് വില വയ്ക്കണ 7 രൂപ. ഫൈനാൻസ് ഒക്കെ? ഫൈനാൻസ് സിവിൽ പ്രോബ്ലം 6 രൂപ ലോൺ കിട്ടും. അടുത്ത വണ്ടി 1095. ഇത് മീൻ വണ്ടിയാന്ന് തോന്നുന്നല്ല? ഇത് 1095. ഐശ്വര്യ 1095 2017 മോഡല് സിംഗിൾ ഓണർ വണ്ടി. 1,30,000 കിലോമീറ്റർ ഓടിക്കുന്നു. ടയറെല്ലാം പുതിയത്. വണ്ടി 120 ബോക്സ് ഇൻസുലേറ്റർ വണ്ടിയാ.
വണ്ടിക്ക് CF 1 വർഷത്തിന് മുകളിൽ CF ഉണ്ട്, ഇൻഷുറൻസ് ഒരു 6 മാസത്തിന് ഇൻഷുറൻസ് ഉണ്ട്. ഈ വണ്ടിക്ക് വില 11,000 രൂപ. 11,000 രൂപ. ഫിനാൻസ് ഒക്കെ ഫിനാൻസ് ഒരു 10,000 രൂപ ഒരു ലോൺ കട്ട് ചെയ്യാം നമുക്ക്. അടുത്ത 10 ഈ 10 2018 മോഡല് ഐശ്വര്യ 10 14 ഫീറ്റ് ഓപ്പൺ ബോഡി പച്ചക്കറി വണ്ടിയായിരുന്നു. പച്ചക്കറി വണ്ടിയാണ്. ഈ വണ്ടി 1.5 ലക്ഷം കിലോമീറ്റർ ഓടിക്കണു. വണ്ടിക്ക് 4 ടയർ പുതിയുണ്ട്, പുത്തൻ ഇൻഷുറൻസ്, പുതിയ CF. വണ്ടിക്ക് വില 14,000 രൂപ. ലോണൊക്കെ ലോൺ ഒരു 10,000 രൂപ 11 എടുക്കാൻ സിവിൽ പ്രോബ്ലം കിട്ടും. ബാക്കില് 2 അടുത്തടുത്ത് ഇറങ്ങിയിട്ടില്ല. ഇതെടുക്കാം. 6 ഞാൻ നോക്കി 6 ഈ വണ്ടി എടുക്കാം. ഇത് 2020 മോഡല് ഇക്കോമറ്റ് 16 15 17 കേട്ടോ. 17 ലോട്ടക്ക് തടി മറ്റേ കട്ടയെ കയറ്റാൻ പോണ സിമിന്റെ കയറ്റാൻ ആൾക്കാർക്ക് പറ്റിയ വണ്ടിയാ. ഇക്കോമറ്റ് 16 15 2020 മോഡല്. ഇൻഷുറൻസ് പുത്തൻ എടുത്തു തരും. CF ഒരു 1.5 വർഷത്തെ CF ഉണ്ട്. ടയറെല്ലാം പുതിയത്. പ്ലാറ്റ്ഫോം ഷീറ്റ് വണ്ടിയാ. ഇത് ഏകദേശം എന്തെങ്കിലും വില ഉദ്ദേശിക്കണ? ഈ വണ്ടിക്ക് നമ്മൾ വില ഉദ്ദേശിക്കുന്നത് 13,000 രൂപ. ഫിനാൻസ് ഒക്കെ ഫിനാൻസ് ഒരു 12,000 രൂപ ലോൺ കയറും. സിവിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അവരുടെ സിവിൽ അനുസരിച്ച് കുറയും കാശ്. അടുത്ത വണ്ടി സ്ലീപ്പർ ക്യാബിനുള്ള സ്ലീപ്പർ ക്യാബിൻ എക്കോമറ്റ് 2019 മോഡല് 12-14 ഇക്കോമറ്റ് 20 അടി ഹൈടെക്. 20 അടി ഹൈടെക് അല്ലേ? ഈ വണ്ടിക്ക് ഇൻഷുറൻസ് പുത്തനുണ്ട്. CF ഒരു 1.5 വർഷത്തേക്ക് CF ഉണ്ട്. വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ്. 1,30,000 കിലോമീറ്റർ ഓടുള്ളൂ. ടയർ എല്ലാം ജെനുവിൻ കിലോമീറ്ററാ. ജെനുവിൻ കമ്പനി സർവീസിലെ വണ്ടിയാ. ടയർ ബാക്കിൽ 4 റേഡിയല് പുത്തനുണ്ട്. ഫ്രണ്ടിലും ഉണ്ട്. ഫ്രണ്ടിൽ 2 ഹാഫുള്ള റേഡിയലും ഉണ്ട്. എല്ലാം പുത്തൻ ടയർ തന്നെയാ. ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. എല്ലാം പുത്തൻ ടയർ തന്നെയാ. ബാക്കി ടയർ കാട്ടി കൊടുത്തോ. കണ്ടു ഞാൻ പുതിയതാ. ബാക്കിലൊക്കെ കരിമുത്തനാ. ഷീറ്റ് അടിച്ചോ? ഉള്ളു ഷീറ്റ് അടിച്ചിട്ടുണ്ട്. അടിച്ചിട്ടുണ്ടല്ലേ? ഷീറ്റ് ഒക്കെ അടിച്ചിട്ടുണ്ടല്ലേ? ഷീറ്റ് അടിച്ചാണ്. ബൈ 18 ഈ 18 വിട്ടെ. ഇതിന്റെ വില എങ്ങനെയാ? ഏതാ ഇത് വില? ഈ വണ്ടിക്ക് വില നമ്മൾ 14,300 രൂപ. കാല് തട്ട് 14,300 രൂപ. ഫിനാൻസ് ഒക്കെ ഫിനാൻസ് സിവിൽ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു 13 രൂപ ലോൺ കയറും. 13,000 രൂപ കയറും. 13,000 രൂപ. ഇനി അടുത്ത വണ്ടി ഇത് 2018 മോഡല് ഇക്കോമറ്റ് 12-14 തന്നെ. ഇത് 20 അടി ഹൈടെക്. ഇതിന്റെ ഇതും വണ്ടി ഒരു 2 ലക്ഷത്തിനടുക്ക് കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. ഹിസ്റ്ററി 2 ലക്ഷം കിലോമീറ്റർ അടിക്ക് ഓടിയിട്ടുള്ളൂ വണ്ടി. ജനുവൻ കിലോമീറ്റർ ആണ്. വണ്ടിക്ക് 6 ടയറും പുതിയതാ. ബാക്കി 4 റേഡിയലും ഫ്രണ്ടിൽ 2 നേരോടും. പുത്തൻ ടയർ തന്നെ. പുത്തൻ ഇൻഷുറൻസ് 14 ലക്ഷം IDV പുത്തൻ ഇൻഷുറൻസ് തുടങ്ങും. ഈ വണ്ടിക്ക് വില 13,000 രൂപ. ഫിനാൻസ് ഒക്കെ ഫിനാൻസ് 12,000 രൂപ കയറും. 12,000 രൂപ ലോൺ കയറും. വണ്ടിയുടെ പ്ലാറ്റ്ഫോം ഷീറ്റ് ഒക്കെ അടിച്ചിട്ടോ. കാട്ടിക്കൊടുത്തോ. ഹാർഡ് ബ്ലൂ ഒന്നുമില്ല. ഹാർഡ് ബ്ലൂ ഒന്നുമില്ല. ഹാർഡ് ബ്ലൂ തന്നെ BS6 18 ഇല്ല. അത് ഭാരത് ബെൻസിലാണ് ഹാർഡ് ബ്ലൂ. ഇത് ഷീറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് ഈ ഇച്ചറ എങ്ങനെയാ? അത് സെയിലായ വണ്ടിയല്ലേ? കച്ചവടമില്ല. അപ്പൊ നമുക്ക് ഈ അക്കോമെന്റ് എടുക്കാം. വെള്ളം ഇത് 2015 മോഡല് 19 അടി ലോട്ടക്ക് ഇക്കോമറ്റ് 12. സ്ലീപ്പർ ക്യാബിൻ സിംഗിൾ ക്യാബിൻ. ഇതിന് പുതിയ ടെസ്റ്റ്, പുത്തൻ ഇൻഷുറൻസ്. ടയർ 4 ടയർ പുതിയുണ്ട്. വണ്ടി പ്ലാറ്റ്ഫോം ഷീറ്റ് ഒക്കെ അടിച്ചേക്കണു. നല്ല സൂപ്പർ വണ്ടിയാ. നല്ല ചാനൽ ബോഡിയാ. ബാക്കി സൈഡല്ല സൈഡ് ചാനൽ സൈഡൊക്കെ ഓടിച്ച് കാണിച്ചോളൂ. സൈഡ് ഓപ്പൺ ഇല്ല. സൈഡ് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കാൻ വലിയ ഇതൊന്നുമില്ല. ഈ വണ്ടിക്ക് വില വയ്ക്കണ നമ്മള് വയ്ക്കണം 9,000 രൂപ. ടയർ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫിനാൻസ് ഒക്കെ എന്ത് പാസ്സാവുന്ന? ഇതിന് ഫിനാൻസ് ഒരു 8,000 ലോൺ കയറും. 8,000. സിവിൽ പ്രോബ്ലം ഉണ്ടാവല്ലേ. അല്ലാതെ ഇത് ഫുൾ ലോൺ കിട്ടും എന്ന് പറഞ്ഞാൽ നടപടിയാവൂല. അല്ലാതെ സിവിൽ ഉള്ളവർക്ക് ലോൺ ഫുള്ള് കിട്ടൂല.
സിവിൽ ഉള്ളവർക്ക് ചിലപ്പോൾ ലോണേ കിട്ടൂല. ചെറിയ സിവിൽ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാശ് കുറവായി കിട്ടുള്ളൂ. അതുപോലെ ട്രാക്ക് ഉണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഒരു 10 ലക്ഷം രൂപ ഫൈനാൻസ് എടുത്താണ് ഒരു വണ്ടി എടുത്ത് ലോൺ എടുത്താൽ ട്രാക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഫുൾ എമൗണ്ട് ലോൺ കിട്ടും, ചിലപ്പോൾ 9 രൂപയും കിട്ടും. അപ്പൊ അതുകൊണ്ട് ചില ആൾക്കാർ ചോദിക്കാം 9 രൂപ കിട്ടുമല്ലോ, ഒരു പൈസ മുടക്കേണ്ട വരും, പക്ഷെ കിട്ടൂല. അന്നെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർക്ക് ഭയങ്കര സിവിൽ പ്രോബ്ലം ഉണ്ടാവും. സിവിൽ പ്രോബ്ലം ഒന്നുമില്ല, ട്രാക്ക് കൊണ്ട് ചിലപ്പോൾ 1 രൂപയും കിട്ടും, ചിലപ്പോൾ 9 രൂപ. ചിലപ്പോൾ ഈ വണ്ടി മേടിക്കാൻ ഫുൾ എമൗണ്ട് ലോൺ കിട്ടും. ഈ പറഞ്ഞ വണ്ടികളെല്ലാം ചിലപ്പോൾ ഫുൾ എമൗണ്ട് ലോൺ കിട്ടും. പക്ഷെ ലോൺ കിട്ടണമെങ്കിൽ ട്രാക്ക് വേണം, ട്രാക്കും വേണം, സിവിൽ പ്രോബ്ലം ഉണ്ടാവാനും പാടില്ല. നമുക്ക് അടുത്ത ഈ ബോസ്, ചെറിയ ബോസ്, ഈ ബോസ് 2018 മോഡല് ബോസ് 913 പറയും സീരിയല് 913. ഈ വണ്ടി 14 അടി വണ്ടിയാ. ടയർ വലിയ ഓട്ടോ ഒന്നും ഓടിയിട്ടില്ല, ക്യാബിനൊക്കെ നല്ല ക്ലീൻ ആവില്ല. ഞാൻ ഈ വണ്ടി വന്നപ്പോ തുറന്നു നോക്കിയപ്പോഴേ ഒരു വണ്ടി ഉണ്ടല്ലോ 14 അടി വണ്ടി. ഇത് മറ്റേ പഠന ക്യാബിനായിരുന്നു. ബോസർ ബാക്കിൽ ഡോറൊക്കെ ഉണ്ട്. ടയറ് ആ ടയറിന് ട്യൂബ്ലെസ് ടയർ, റേഡിയല് ഷീറ്റൊക്കെ ഉണ്ടല്ലേ. ഇത് വേണമെങ്കിൽ ഊരി വെക്കാം, വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഊരി വെക്കാം. എല്ലാ ടയറും ഒരേ കണ്ടീഷൻ? എല്ലാ ടയറും കണ്ടീഷനാ. ഇത് കമ്പനി ടയർ തന്നെയാണോ? കമ്പനി ടയർ തന്നെയാ. കിലോമീറ്റർ എത്രയാണ്? കിലോമീറ്റർ 1 സിസ്റ്റം കൊണ്ട് കമ്പനി ടയർ ആവാൻ കഴിയില്ല കേട്ടോ. സെക്കൻഡ് മേടിച്ച് പിന്നെ 2ാം മേടിച്ചിട്ടേ ആവുള്ളൂ. ടയറാവൂല. കമ്പനി വണ്ടി വന്നപ്പോഴേ ടയറല്ല, 2ാം മേടിച്ചേ ആവുള്ളൂ. ഇതെങ്ങനെയാ വില നിലവാരം പറയണ? ഈ വണ്ടിക്ക് ഇൻഷുറൻസ് ഒരു 6 മാസം ഇൻഷുറൻസ് ഉണ്ട്. 9 ലക്ഷം ഐഡിയുള്ള ഇൻഷുറൻസ് 6 മാസമൊക്കെ ഉണ്ട്. CF ഉണ്ട് ഒരു വർഷത്തിന് മുകളിൽ. ഈ വണ്ടിക്ക് വില വെക്കാൻ നമ്മൾ 10 രൂപ. 10 രൂപ. ഫിനാൻസ് ഒക്കെ? ഫിനാൻസ് സിവിൽ പ്രോബ്ലം 9 രൂപ കയറും. 9,000 രൂപ 9 രൂപ കയറും. ഇനി അടുത്ത ഭാരത് എക്കോമാറ്റ്? അത് ഇക്കോമറ്റ് 2019 മോഡല് 12-14 20 അടി ഹൈടെക്. ഈ വണ്ടിക്ക് ടയർ ഭാഗം എല്ലാം പുതിയ ടയർ തന്നെ. ഫ്രണ്ടില് 2 നെയിലോണും 2 നെയിലോണും ബാക്കില് നെയിലോൺ തന്നെയാ. ബാക്കിൽ നെയിലോൺ തന്നെയാ. ടയറെല്ലാം പുത്തൻ ടയർ തന്നെയാ. അത്യാവശ്യം ടയർ. ഈ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട്, ഒരു 6 മാസത്തിന് ഇൻഷുറൻസ് ഉണ്ട്. CF ഒരു വർഷത്തേക്ക് ഉണ്ട്. വണ്ടി നല്ല നീറ്റ് വണ്ടി കേട്ടോ, നല്ല ക്യാബിനൊക്കെ ക്ലീൻ ക്യാബിനാ. ടോപ്പൊക്കെ ഒരാൾ തന്നെ യൂസ് ചെയ്യുന്ന വണ്ടിയാ. ഇതിൽ AC വണ്ടി വണ്ടി അപ്പുറം. ഈ വണ്ടിക്ക് നമ്മൾ വില വയ്ക്കുന്നത് 14,000 രൂപ. 14,000. മറ്റേ വണ്ടിക്ക് ചോദിച്ചാൽ 14,300. ഇതിന് 14,000. അത് സിംഗിൾ ഓണർ വണ്ടി, അതായത് സെക്കൻഡ് ഓണർ. ഇതൊക്കെ എന്ത് ഫിനാൻസ്? ഇതിന് ഫിനാൻസ് ഞാൻ പറഞ്ഞില്ല 13,000 വരും. 13,000 അല്ല, ഒരു 1095 17 അടി കാണാൻ. ഇത് ഐഷർ 1095 18 അടി. 18 അടി ഉള്ളതല്ല. ഐഷർ 1095 18 അടി ലോടെക് വണ്ടി. ഹൈടെക് അല്ല, ലോടെക് വണ്ടി. ഈ വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാ. ടയർ ഭാഗം 2 ടയർ രണ്ട് പുതിയതുകൊണ്ട്, ബാക്കി 4 ടയർ ഫസ്റ്റ് റീസോള്. വണ്ടിക്ക് ഇൻഷുറൻസും CF-ഉം ഇപ്പൊ എടുത്തിട്ട് 2 മാസമായിട്ടുണ്ട്. ഇനി 10 മാസമൊക്കെ ഉണ്ടാവും. വണ്ടി പ്രോ ക്യാബിനാ, ന്യൂ മോഡൽ വണ്ടി. 14 തൊട്ടാണ് ന്യൂ മോഡൽ തന്നെ. വണ്ടി. ഈ വണ്ടിക്ക് സിവിൽ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ വണ്ടിക്ക് ഫൈനാൻസ് ഒരു 7 വരെ ഫൈനാൻസ് കിട്ടും. എന്ത് വില ചോദിക്കണ? ഈ വണ്ടിക്ക് വില ചോദിക്കണ 8 രൂപ. നമുക്കൊരു 7,300 രൂപ റേഞ്ച് കൊടുക്കാം. ഓക്കെ. അടുത്ത ഇതാണോ AC വണ്ടി എന്ന് പറഞ്ഞത്? ഇത് AC വണ്ടി. ഇത് 2020 മോഡല്. 20 മോഡല് 21 ശരിക്കും എത്ര അടി ഈ വണ്ടി? ഇതും സെയിം 20 അടി ആയിട്ടൊക്കെ. ഭയങ്കര നീളം തോന്നുന്നുണ്ട്. ഒന്നും ചെയ്യാനില്ല. 20 അടി ആയിട്ടൊക്കെ. ഇതിനും ബാക്കിലും 4 റേഡിയലും ഫ്രണ്ടിൽ 2 നെയിലോളും പുത്തന. ഇത് AC ക്യാബിനാ. ടയറൊക്കെ ഒന്ന് കാണിക്കട്ടെ. ടയർ ഭാഗങ്ങളൊക്കെ. ഈ വണ്ടിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. വണ്ടി 12,800 പാസിംഗ് ഉണ്ട്. 920 ടയർ. 920 ടയർ 12,800. ഷീറ്റ് അടിച്ചിട്ടില്ല. 12,800 പാസിംഗ്, 920 ടയർ എല്ലാം പുതിയത്. ഈ ഇത് സ്റ്റെപ്പി ടയർ മാത്രമേ റീസോളുള്ളൂ. ഇത് ഡഫ് ഉണ്ടോ? ആഡ് ബ്ലൂ ഉണ്ട്. ഈ വണ്ടി ഉള്ളും തുറന്ന ഈ സൈഡ് കൊടുക്കൂലേ? നോക്കൂ. ഈ വണ്ടിക്ക് വില 16 രൂപ. 16 രൂപ അല്ലേ? 2020
2020 മുതൽ 21 രജിസ്ട്രേഷൻ. 12,800 പാസിംഗ് ആണ്. വർക്കിംഗ് അല്ല, എ സി വർക്കിംഗ് ചെറിയ എന്തോ പ്രോബ്ലം ഉണ്ട്. എ സി കംപ്രസർ പിടിക്കുന്ന കുഴപ്പമൊന്നുമില്ല. ഗ്യാസ് ഉറങ്ങാണ്ടുള്ളൂ. ഇത് വില എത്രയാണ്? ഇതിന് വില 16 രൂപ. സിവിൽ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ആൾക്കാർ 15 രൂപ ലോൺ കയറും. ഏകദേശം 15 രൂപ ലോൺ കയറും. ഓക്കെ. ഇനി വേറെ ഏതെങ്കിലും വണ്ടികൾ വരാനുണ്ടോ നമുക്ക്? വേറെ ഭാരത് ബെൻസ് പോലത്തെ വണ്ടികൾ? ഭാരത് ബെൻസ് പോലത്തെ വണ്ടികൾ വരാനുണ്ട്. 19 വരാനുണ്ട് ഭാരത് ബെൻസ്. അത് ഓപ്പൺ ബോഡിയാ? ഓപ്പൺ ബോഡി 20 അടി ഹൈടെക്കാ. അതുപോലെ ഭാരത് ബെൻസ് 12 വരെയും വരാനുണ്ട് 2020 മുതൽ. ഈ 16-17 മറ്റേ ബോഡി ആ വണ്ടിക്ക് എന്ത് വരിക? ആ വണ്ടി 16-17 21 രൂപ. 21 രൂപ. ഇതല്ല ചോദിച്ചാ ഇനി പുറത്തെടുക്കണ വണ്ടിയില്ലേ? അതല്ല വരാനുള്ള വണ്ടി 2020 വണ്ടിയാണ് മറ്റേ 16-17. അത് നമ്മള് വരവയ്ക്കുന്ന 5 രൂപ. ഇത് ഫ്രണ്ട് തന്നെയാണോ അതോ പഴയ ഫ്രണ്ട് ആണോ? BS4 വേണ്ട. ഇത് വലിയ വ്യത്യാസമൊന്നുമില്ല. AC ക്യാബിൻ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും സെയിലുണ്ടല്ലോ. ഒപ്റ്റിമോ 2 അത് കാണിച്ചോ. അത് നമ്മൾ ഇട്ടില്ല. ഇതും ഇട്ടില്ലല്ലോ. ഇട്ടെങ്ങനെയല്ല. ആ വെള്ള വണ്ടി ഇട്ടില്ല. ഈ കണ്ടു 17 ഇത് ഇട്ടിട്ടില്ല. ഇത് 1095 ഇതെങ്ങനെ 1095 2015 മോഡല് 17 ലോട്ടൊക്കെ വണ്ടി. സൈഡ് ഓപ്പൺ ചെയ്യാത്തോ? ഓപ്പൺ അല്ല, ഓപ്പൺ ചെയ്യാം. ഈ വണ്ടിയുടെ ഉള്ളിൽ ഷീറ്റ് അടിച്ചിട്ടില്ല. കമ്പനി പ്ലാറ്റ്ഫോം തന്നെയാ. വണ്ടിക്ക് CF ഇൻഷുറൻസ് ഒക്കെ ഈ വർഷം ലാസ്റ്റ് വരെ ഉണ്ട്. 10ാം മാസം വരെ ഉണ്ട്. ടയറ് 4 ടയർ പുതിയുണ്ട്. 5 ടയർ പുതിയത്. 2 റേസോളുണ്ട്. അപ്പൊ ഈ വണ്ടിക്ക് വില വയ്ക്കണേ 8,000 രൂപ. 2015 മോഡല്. ലോൺ ഒരു 7,000 രൂപ 7,000 രൂപ ലോൺ കയറും. 2017 മോഡല് നിസാൻ ഒപ്റ്റിമോ 14 ഫീറ്റ് ഹൈടെക്. ഈ വണ്ടിക്ക് പുത്തൻ ഇൻഷുറൻസും പുത്തൻ CF-ഉം. വണ്ടി 2 ടയർ പുതിയുണ്ട്. തള്ളി നിൽക്കണ ബോഡി. തള്ളി മതി. ആ ഒപ്റ്റിമോ എങ്ങനെയാ? ഇതേ മോഡൽ ഇങ്ങനെ തന്നെയാ. ഇത് 14 നേരം ഇവന്റുകാർക്ക് പറ്റിയ വണ്ടി. ഈ വണ്ടിക്കാണെങ്കിൽ വണ്ടി നമുക്ക് സിംഗിൾ വീലോ നിസാൻ ഒപ്റ്റിമോ 14 ഹൈടെക്. 2 ടയർ പുതിയതുണ്ട്. പുതിയ CF, പുത്തൻ ഇൻഷുറൻസ്. ഈ വണ്ടിക്ക് നമ്മൾ വില വയ്ക്കണ 7,300 രൂപ. 7,300 രൂപ. ഇനി അടുത്ത വണ്ടി ഇത് മസ സമ്രാട്ട് XM സെക്കൻഡ് ഓണർ വണ്ടി. 2011 മോഡല്. ടയർ 3 ടയർ പുതിയുണ്ട്. 3 ടയർ പുതിയുണ്ട്. ഇപ്പുറത്തും ടയർ ഉണ്ടല്ലോ. 3 ടയർ 4 ടയർ കണ്ട് പുതിയുണ്ട്. വണ്ടി നല്ല ക്വാളിറ്റിയിലുണ്ട്. നല്ല ക്യാബിൻ കാണിച്ചു ചുറ്റെടുത്ത് കൊടുക്കുക. 14 സൈഡ് 1 സൈഡാണ് ഇപ്പൊ ഓപ്പൺ നിൽക്കണേ. നമുക്ക് ഈ സൈഡ് കൂടെ ഓപ്പൺ ആക്കാണ്ട് ആംഗ്ലേ കട്ടി കൊടുത്തായി. ഉള്ളൊന്നും വലിയ വലിപ്പില്ല. ഉൾഭാഗങ്ങളൊക്കെ നീറ്റ് തന്നെയാ. 2011 മോഡല്. 11 മോഡലാണ്. ഇതൊക്കെ എങ്ങനെ വില നിലവാരം? ഈ വണ്ടി നമുക്ക് 4,300 കൊടുക്കാം. 4,300 രൂപയ്ക്കില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇവിടെ കൂടുതൽ എക്കോമാറ്റുകൾ നല്ലോണം ഉണ്ട്. കുറെ പേര് ചോദിച്ചിരുന്നു എക്കോമാറ്റുകള്. അപ്പൊ ആവശ്യക്കാര് ഐശ്വർ ഉണ്ടോ? കൂടുവണ്ടിയാ? ഒരു വണ്ടി കൂടി ഉണ്ടെന്ന്. കഴിയണില്ല വണ്ടികൾ ഇങ്ങനെ നടന്നിടക്ക. ഇനി വർഷാപ്പിലും കുറെ എടുക്കുന്നുണ്ട്. ഈ 2017 മോഡല് 18 രജിസ്ട്രേഷൻ. ഐശ്വര 1055. വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ്. ഈ വണ്ടിക്ക് CF 1 വർഷത്തേക്കുണ്ട്. ഇൻഷുറൻസ് പുത്തൻ. ഈ വണ്ടിക്ക് വില 8,000 രൂപ. 8,000 രൂപ അല്ല. ഫിനാൻസ് ഒക്കെ? ഫൈനാൻസ് സിവിൽ പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു 7,300 8 രൂപയും കിട്ടും. 2017 പാണ്ട്. അപ്പൊ നമ്മള് വീഡിയോ അതിന്റെ പേര് ഇക്കാര നമ്പറിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ വിളിക്കുക. കൂടുതൽ എക്കോമാറ്റുകൾ നല്ലോണം ഉണ്ട്. പിന്നെ ഈ ഭാരത് ബെൻസ് ഇനിയും ഉണ്ട്. ഇതുവരെ നല്ല സ്ലീപ്പർ ക്യാബിനുള്ളത്. അപ്പൊ ഇക്കാര നമ്പർ ഞാൻ ഇതിൽ കൊടുക്കും. അപ്പൊ ഞാൻ അതിന്റെ പേരാണ്.